നമസ്കാരം. ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിജിമോൾ. ഞാൻ ഗവൺമെൻറ് ITI മലമ്പുഴയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് 2ാം വർഷ സിലബസിലെ ഇൻവെർട്ടർ എന്ന പാഠഭാഗത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിലുള്ളത്. ഇൻവെർട്ടർ നമ്മൾക്കെല്ലാവർക്കും തന്നെ സുപരിചിതമായ ഒരു എക്യുപ്മെൻ്റാണ് ഇൻവെർട്ടർ. ഉദാഹരണത്തിന്, നമ്മൾ വേറൊരാളോട് സംസാരിക്കുകയാണെന്ന് കരുതുക. ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നു, ഉഷ്ണിച്ചിട്ട് ഉറങ്ങാനേ പറ്റിയില്ല. സ്വാഭാവികമായും നമ്മൾ തിരിച്ചൊരു ചോദ്യം പ്രതീക്ഷിക്കണം. എന്തേ നിങ്ങൾക്കൊരു ഇൻവെർട്ടർ വാങ്ങിക്കൂടെ എന്ന്. അത്രമാത്രം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇൻവെർട്ടർ. ആ ഇൻവെർട്ടറിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ പാഠഭാഗങ്ങൾ: ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻവെർട്ടർ, ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഇൻവെർട്ടർ, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇൻവെർട്ടർ. ആദ്യം ഇൻട്രൊഡക്ഷൻ. ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം പലപ്പോഴും നമുക്ക് വരാറുണ്ട്. അതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ റീചാർജബിൾ ബാറ്ററിയാണ്. അതിനെ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഗ്രൂപ്പിംഗ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ബാറ്ററിക്ക് ഒരു ലിമിറ്റേഷനാണ്, അതായത് പോരായ്മയാണ്. ഇറ്റ് ക്യാൻ സ്റ്റോർ ഓൺലി DC. അതിൽ DC മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. എന്നാൽ മോസ്റ്റ് ഓഫ് അവർ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ എക്യുപ്മെൻറ്റ്സ് കൂടുതലും വർക്ക്സ് ഓൺ AC 230 വോൾട്ട് 50 Hz. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സിനെ നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയിൽ, അതായത് DCയിൽ വർക്ക് ചെയ്യിക്കണമെങ്കിൽ DC to AC കൺവേർഷൻ ഈസ് റിക്വയർഡ്. അതായത് DCയെ AC ആക്കി കൊടുക്കണം. ദിസ് പ്രോസസ് ഈസ് ഇൻവേർഷൻ ആൻഡ് ദ സർക്യൂട്ട് യൂസ്ഡ് ഈസ് നോൺ ആസ് ഇൻവെർട്ടർ. അപ്പോൾ നമുക്ക് പറയാം, ഇൻവെർട്ടർ കൺവേർട്സ് DC ടു AC. DC ഇൻവെർട്ടർ AC ആക്കുന്നു. ഇൻവെർട്ടേഴ്സ് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ മോഡേൺ ടെക്നോളജിക്കൽ വേൾഡ്. ഇറ്റ് ഈസ് ഡ്യൂ ടു സഡൻ റൈസ് ഓഫ് ഇലക്ട്രിക് കാർസ് ആൻഡ് റിന്യൂവബിൾ എനർജി ടെക്നോളജീസ്. ഇവയുടെ ഉപയോഗത്തിലുള്ള വർധനവ് കൊണ്ട്. ഉദാഹരണത്തിന്, സോളാർ എനർജി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ DCയെ ഫാനിനും ലൈറ്റിനും മറ്റ് എക്യുപ്മെൻറ്റ്സിനും വേണ്ടി AC ആക്കുന്നത് ഇൻവെർട്ടർ ഉപയോഗിച്ചാണ്. അതുപോലെ ദേ ആർ ഓൾസോ യൂസ്ഡ് ഇൻ ഇൻവേർട്ടിംഗ് സ്റ്റേജസ് ഓഫ് UPS ആൻഡ് SMPS. SMPS പഠിച്ചപ്പോൾ അതിൽ ഇൻവെർട്ടറിൻ്റെ ഉപയോഗമൊക്കെ നമുക്ക് മനസ്സിലായിരുന്നു അല്ലേ? ഇനി ബേസിക് കോൺസെപ്റ്റ്. ഇൻവെർട്ടർ കൺവേർട്സ് DC പവർ ടു AC പവർ. ഇറ്റ് ഈസ് ദ സർക്യൂട്ടറി ദാറ്റ് പെർഫോംസ് ദ ഓപ്പോസിറ്റ് ഫങ്ഷൻ ഓഫ് റെക്ടിഫയർ. റെക്ടിഫയറിൻ്റെ ഫങ്ഷൻ എന്തുവാ? ACയെ DC ആക്കുന്നു. ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഫങ്ഷനാണ് ഇൻവെർട്ടർ ചെയ്യുന്നത്, അതായത് DCയെ AC ആക്കി മാറ്റുന്നു. ദ ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ആൻഡ് ഓവറോൾ പവർ ഹാൻഡ്ലിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസൈൻ ഓഫ് ദ ഡിവൈസ്. അപ്പോൾ ഡിവൈസിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും. The inverter does not
പ്രൊഡ്യൂസ് എനി പവർ. ഇൻവേർട്ടർ പവർ പ്രൊഡ്യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. ഇറ്റ് ഓൺലി കൺവേർട്സ് DC battery power to AC power for load. ഇൻവെർട്ടർ DC പവറിനെ AC-യിലേക്ക് കൺവേർട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ മനസ്സിലാക്കാനായി ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഇൻപുട്ട് AC കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് AC, അതുപോലെ ഔട്ട്പുട്ട് AC ടു ലോഡ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇൻവെർട്ടർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ യൂണിറ്റിൻ്റെ തൊട്ട് താഴെയായി ബാറ്ററിയും കാണിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ യൂണിറ്റ് റെഡ് ഡോട്ടഡ് സ്ക്വയറിലാണ് റെക്റ്റാങ്കിളിലാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായി ബാറ്ററിയും കാണിച്ചിട്ടുണ്ട്. ഈ ഇൻവെർട്ടർ യൂണിറ്റിൽ 3 ബ്ലോക്സാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ചേഞ്ച് ഓവർ റിലേ, അതുപോലെ AC ടു DC കൺവേർട്ടർ ബ്ലോക്കുണ്ട്. ബാറ്ററിയിൽ നിന്നുള്ള DCയെ AC ആക്കുന്ന ഇൻവെർട്ടർ ബ്ലോക്കും ഉണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. The functioning of an inverter may be understood in 2 situations. നമുക്ക് 2 സിറ്റുവേഷൻസിലാണ് ഇതിൻ്റെ ഫങ്ഷനിങ് മനസ്സിലാക്കാൻ പറ്റുക. One is when the AC mains power is available. AC main supply അവൈലബിൾ ആയ സമയം, അതിനെ നമ്മൾ മെയിൻസ് മോഡ് എന്ന് പറയാം. രണ്ടാമത്തേത് when the AC mains power is not available. AC mains പവർ ഇല്ലാത്ത സമയം, ദാറ്റ് ഈസ് നമ്മൾ ഇൻവെർട്ടർ മോഡ് എന്ന് പറയും. അപ്പോൾ when the AC mains is present, that is mains മോഡിൽ, the input AC power directly passes to output load through change over relay. AC മെയിൻസ് പ്രസൻ്റ് ആയ സമയം നമുക്ക് നോക്കാം. AC മെയിൻസ് പ്രസൻ്റ് ആയ സമയം ഡയഗ്രത്തിൽ നോക്കുക. ഡയഗ്രാം കുറച്ചുകൂടി വലുതാക്കിയിട്ട് കാണിച്ചു തരാം. AC ഇൻപുട്ട് സപ്ലൈയിൽ നിന്നും പവർ ചേഞ്ച് ഓവർ റിലേ വഴി AC ഔട്ട്പുട്ട്, അതായത് ലോഡിലേക്ക് പോകുന്നു. Also, it converts AC main supply into DC. അതേ സമയത്ത് AC മെയിൻ സപ്ലൈയെ DC ആക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. AC ടു DC കൺവേർട്ടർ ബ്ലോക്ക് നമ്മൾ ഇൻവെർട്ടർ യൂണിറ്റിൻ്റെ ഉള്ളിൽ കണ്ടിരുന്നു. ആൻഡ് സ്റ്റോഴ്സ് DC പവർ ഇൻ ദ ബാറ്ററി. നമുക്ക് നോക്കാം. ഫിഗർ കുറച്ച് വലുതായിട്ട് AC ഇൻപുട്ടിൽ നിന്നും AC ടു DC കൺവേർട്ടർ വഴി DC ആക്കി ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ബാറ്ററി കളർ മാറുന്നു, അതായത് അതിൽ ചാർജ് കൂടി വരുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെറ്റേഴ്സിൻ്റെ കളർ ചേഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടറിൽ
മെയിൻസ് മോഡിൽ വർക്ക് ചെയ്യുമ്പം എ സി ഇൻപുട്ട് ഡയറക്റ്റായിട്ട് ചേഞ്ച് ഓവർ റിലേ വഴി ഔട്ട്പുട്ടിലേക്ക്, അതായത് ലോഡിലേക്ക് പാസ് ചെയ്യുന്നു. കൂടാതെ ഡി സി ആയി കൺവേർട്ട് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു. അതാണ് നമുക്ക് ഈ മോഡിൽ മനസ്സിലായ കാര്യം. ഡയറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഫിഗറിൽ കാണുന്നുണ്ട്. അടുത്തത്, when the absence of AC mains, AC മെയിൻസ് ആബ്സെൻ്റ് ആകുന്ന സമയം, അതായത് ഇൻവേർട്ടർ മോഡിൽ ഡി സി പവർ സ്റ്റോർഡ് ഇൻ ദ ബാറ്ററി, ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡി സി പവർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ സി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. Thus, the inverter circuit provides the AC supply and the battery supplies the required DC for the standby operation to run the AC load. അതായത് ഇൻവെർട്ടർ സർക്യൂട്ട് നമുക്ക് എ സി സപ്ലൈ തരുന്നു. ഏത് ഇൻവെർട്ടർ മോഡിലും, അതായത് ഇൻപുട്ട് പവർ ആബ്സെൻ്റ് ആയ സമയത്തും അതിനുള്ള ഡി സി സപ്ലൈ തരുന്നത് ബാറ്ററിയാണ്. ബാറ്ററിയിൽ നിന്നും നോക്കുക, ബാറ്ററിയിൽ നിന്ന് ഡി സി ആണ്. ഡി സി ഇൻവെർട്ടർ സർക്യൂട്ടിൽ പോയി ചേഞ്ച് ഓവർ റിലേ വഴി എ സി ഔട്ട്പുട്ട് ടു ലോഡ് പോകുന്നു. ബാറ്ററിയിലുള്ളത് ഡി സി ആണ്. ഡി സി വേവ് ഫോം തൊട്ടടുത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. ഡി സിയിൽ നിന്നും ഇൻവെർട്ടറിലൂടെ ചേഞ്ച് ഓവർ റിലേ വഴി എ സി ഔട്ട്പുട്ട് ടു ലോഡ് പാസ് ചെയ്യുന്നു. അതിനനുസരിച്ച് ബാറ്ററിയിലെ ചാർജ് കുറഞ്ഞു വരുന്നു. അതിന് നമ്മൾ കളർ ഇൻഡിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയിലെ ചാർജ് എത്ര നിൽക്കുന്നോ അത്ര സമയം നമുക്ക് ലോഡിനെ വർക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നു. അതിനുള്ളിൽ എ സി ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബാറ്ററി വീണ്ടും ചാർജ് ആയിക്കൊണ്ടിരിക്കും. ഡയറക്റ്റായി ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യും. വീണ്ടും പവർ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഇൻപുട്ട് പവർ സ്റ്റോപ്പ് ആവുന്ന സമയം, ആബ്സെൻ്റായി പോകുന്ന സമയം, നമുക്ക് ബാറ്ററിയിൽ നിന്നും ഉള്ള ഡി സി എ സി ആക്കി കൺവേർട്ട് ചെയ്യിച്ച് ഔട്ട്പുട്ടിലേക്ക് ഇൻവെർട്ടർ സപ്ലൈ ചെയ്യുന്നു. ഇതാണ് നമുക്ക് ഇൻവെർട്ടർ മോഡിൻ്റെ ഓപ്പറേഷന് മനസ്സിലായത്. ഇനി നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് മനസ്സിലായി എ സി 230 വോൾട്ട് 50 ഹെർട്സിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻസിനെ ഇൻപുട്ട് പവറിൻ്റെ ആബ്സെൻസിലും വർക്ക് ചെയ്യിക്കാം ഇൻവെർട്ടറിൻ്റെ സഹായത്താൽ എന്ന്. മാത്രമല്ല, ഇലക്ട്രിക് കാർസ്, റിന്യൂവബിൾ എനർജി സിസ്റ്റം, UPS, SMPS ഇവിടെയൊക്കെ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ബേസിക് കൺസെപ്റ്റാണ് പഠിച്ചത്. ഇൻവെർട്ടർ എ സി പ്രൊഡ്യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇറ്റ് കൺവേർട്ട്സ് ഡി സി പവർ ടു എ സി പവർ, അതായത് റെക്ടിഫയറിൻ്റെ ഓപ്പോസിറ്റ് ഫങ്ഷൻ അല്ലേ. ഇനി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനാണ് പഠിച്ചത്. ഇൻവെർട്ടറിനെ 2 മോഡ്സിലാണ് ഫങ്ഷനിങ് ചെയ്യിക്കുന്നത്, മെയിൻസ് മോഡ് ആൻഡ് ഇൻവെർട്ടർ മോഡ്. മെയിൻസ് മോഡിൽ അവൈലബിളായ ഇൻപുട്ട് എ സിയെ ചേഞ്ച് ഓവർ റിലേ വഴി ഔട്ട്പുട്ട് ലോഡിലേക്ക് ഡയറക്റ്റായി പാസ് ചെയ്യുന്നു. മാത്രമല്ല ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇൻവെർട്ടർ മോഡിലോ, അതായത് ഇൻപുട്ട് പവർ അവൈലബിൾ അല്ലാത്ത സമയം, ബാറ്ററിയിലെ ഡി സിയെ ഇൻവെർട്ടർ എ സി ആക്കി കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നു, ലോഡിനെ ഡ്രൈവ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻവെർട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. അത് ഈ യൂട്യൂബ് ചാനലിലെ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.